ഹലോ, നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നാട്ടിലെപ്പോൾ ചെന്നാലും എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്നൊരു പലഹാരമാണ് ഈ പത്തിരി എന്ന് പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊരിച്ച പത്തിരി എന്നാണ് പറയുക. പത്തിരീൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് മുട്ടയും മുട്ടക്കറിയായിരുന്നു. അതിനായിട്ടുള്ള മുട്ടയും കാടമുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ആക്കി നമ്മൾക്ക് കഴിക്കാൻ പത്തിരിയും മുട്ടക്കറിയും അതുപോലെ തന്നെ കുറച്ച് ബീഫും തലേദിവസത്തെ കുറച്ച് ബീഫും കുറച്ച് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ജാറെന്ന് പറയുന്നത് ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്കിങ്ങനത്തെ ഈ ഒരു ടൈപ്പ് പാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ സീതാപ്പഴം ആത്തച്ചക്ക എന്നൊക്കെ പറയും. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ്. അപ്പം ഒരെണ്ണം പഴുത്തതുണ്ടായിരുന്നു. അങ്ങനെ പഴുത്തൊക്കെ കഴിച്ചു. നല്ല മധുരമുള്ള സാധനമായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു. അപ്പം മീൻ നമ്മൾ രാവിലെ മസാല തേച്ച് വെച്ചിട്ട് ഉച്ചയ്ക്കാണ് വറുത്തത്. ചൂടോട് കൂടിയിട്ട് ആവോലിയാണ് മീൻ. നല്ല ടേസ്റ്റുള്ള മീനാണ്. അങ്ങനെ മീനൊക്കെ വറുത്ത് മീൻകറിയൊക്കെ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുളി മുളകൊക്കെ ഇട്ട് വെച്ച മീൻകറി ആയിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന മീൻകറിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അങ്ങനെ മീൻകറിയൊക്കെ കൂട്ടി കുശാലായിട്ട് ഊണൊക്കെ കഴിച്ച് ഈ ഒരു മാങ്ങ അച്ചാറിനെ കുറിച്ചും കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഇത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ചിത്ത മാങ്ങ അച്ചാറാണ്. ഈ ഒരു അച്ചാർ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്